അവക്കാഡോസ് ഫ്രം ദുബായ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അക്ക ഫ്ലവേഴ്സ് പൊന്നോണ കാഴ്ച ആ പ്രോഗ്രാമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്കും പാസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര നല്ല പ്രോഗ്രാമാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിന് പുറത്തുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഓണാഘോഷമാണിത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നു, പായസമൊക്കെ കുടിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ മാവേലി അവിടെ റെഡിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ മക്കളുടെ കൂടെ നിന്നൊരു സെൽഫിയൊക്കെ ചുമ്മാ ഒന്ന് നോക്കി. ഞങ്ങൾക്ക് എവിടെ പോയാലും സെൽഫി ഭ്രാന്തുള്ളതാണ്. അതൊക്കെ നോക്കി. ആളുകളുടെ തിരക്കെന്ന് പറഞ്ഞാൽ പറയുന്നുണ്ട്. ഓരോരോ പെർഫ്യൂമിൻ്റെ ബ്രാൻഡുകളും അതും ഇതൊക്കെ ആയിട്ട് കുറേ പരസ്യങ്ങളും എല്ലാം ഉണ്ട്. വിശന്നിട്ടാണെങ്കിൽ വയ്യായിരുന്നു. അങ്ങനെ പിന്നെ അങ്ങ് ഫുഡ് കഴിക്കാൻ കയറി. ഫുഡൊക്കെ കഴിച്ച് സദ്യ എന്ന് പറയുമ്പോൾ അടിപൊളി സദ്യയായിരുന്നു. പിന്നെ നമ്മുടെ നാടൻ പാട്ട് കലാകാരന്മാരുടെ നാടൻ പാട്ടുണ്ടായിരുന്നു. അവർക്ക് പ്രൈസ് കിട്ടിയ ഐറ്റം മാത്രമേ ഉള്ളായിരുന്നു അന്ന്. നേരത്തെ കോമ്പറ്റീഷൻ നടത്തിയതായിരുന്നു. അപ്പോൾ അവരുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 1-2 കസേരയൊക്കെ ഒഴിഞ്ഞ് കിടക്കുന്നെങ്കിലും പിന്നെ അങ്ങ് ഭയങ്കര ആളായിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ സിനിമാറ്റിക് ഡാൻസിൻ്റെ കോമ്പറ്റീഷൻ തുടങ്ങി. പറയാതിരിക്കാൻ പോയി, അത്രയ്ക്ക് രസമായിരുന്നു. എന്ത് അടിപൊളിയായിട്ടാണ് കളിക്കുന്നത്. ഞാനങ്ങ് ഞെട്ടിപ്പോയി. കാരണം ഈ പുറം രാജ്യങ്ങളിലൊക്കെ ഡാൻസിനൊക്കെ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നല്ലോ. ഇത് പിന്നെ പരമശിവനെ സ്തുതിച്ചുകൊണ്ടുള്ള കാരണം. പിന്നെ അതുപോലെ എസ് പി ബിക്ക് ഒരു ട്രിബ്യൂട്ട് കൊടുത്ത് ഒരു ഡാൻസ് ഉണ്ടെന്ന്. അതാണെങ്കിൽ അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. ഓരോ ടീമിൻ്റെയും അത്രയും എഫേർട്ട് എടുത്ത് അവർ നല്ല അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്ത് നമുക്കൊരു മിസ്റ്റേക്കൊന്നും പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നല്ല രീതിക്കായിരുന്നു ഓരോ ടീമിൻ്റെ. അപ്പോഴത്തേക്ക് നമ്മുടെ മിഥുൻ രമേശ് ആങ്കറും ആക്ടറും എല്ലാം കൂടെ ആണല്ലോ, അദ്ദേഹം എത്തി. അപ്പം അദ്ദേഹത്തിനെ കണ്ടപ്പോഴത്തേക്ക് ആളുകൾ ഭയങ്കര ആർപ്പ് വിളിയും മാരവവും ബഹളവും എല്ലാം അങ്ങ് തുടങ്ങിക്കഴിഞ്ഞ്. അവിടെ എന്ന് പറയാൻ മെയിനായിട്ടും മറ്റേ ഫോഗ് പെർഫ്യൂമിൻ്റെ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ ഒരു സംഭവം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനും എൻ്റെ മോളും കൂടെ കയറി. ഞങ്ങൾക്കും പാസ്സൊക്കെ കിട്ടി. ഞങ്ങൾ കയറി അതിൽ ഞങ്ങളും പാർട്ടിസിപ്പേറ്റൊക്കെ ചെയ്ത് അപ്പം അതിൻ്റെ എല്ലാവരും അങ്ങനെ ഇരിക്കുകയാണ്. പാർട്ടിസിപ്പേറ്റ് ഒക്കെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് മിഥുൻ രമേശ് അദ്ദേഹം തരുന്നുണ്ടായിരുന്നു. അപ്പം കുറേ ആളുകളുണ്ടായിരുന്നു. ഒരേ സമയം 1500 പേര് പെർഫ്യൂം അടിക്കണം. ആ ഒരു അവസ്ഥയെന്ന് പറയുമ്പം വല്ലാത്തൊരവസ്ഥയാണ്. കാരണം പെർഫ്യൂമിൻ്റെ ആ ഒരു മണവും ആ ഒരു എയറും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് നല്ലിരുന്നതാണ്. അപ്പോഴത്തേക്ക് പിന്നെ ഘോഷയാത്രയൊക്കെ തുടങ്ങി. ഇതെല്ലാം നടക്കുന്നത് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ വെച്ചാണ്. ഘോഷയാത്ര എന്ന് പറയുമ്പോൾ നാട്ടിൽ പോലും ഓണത്തിന് ഇത്രയും വലിയൊരു ഘോഷയാത്ര ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആനയൊക്കെയെന്ന് കാണാം, ഒറിജിനൽ ആന മാറി നിൽക്കും. അത്രയ്ക്കും നല്ല ഒറിജിനാലിറ്റി ആയിരുന്നു. പിന്നെ ശ്രീകണ്ഠൻ നായർ സാറൊക്കെ ഉണ്ടായിരുന്നു. കുതിരയുണ്ട്. പിന്നെ കുറേ മുത്തുക്കുടയും പേരറിയാത്ത കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് എല്ലാത്തിനെയും ഒന്നും പേരൊന്നും അറിയത്തില്ല. അപ്പം നമ്മുടെ എല്ലാവരും നല്ല ആവേശത്തോടു കൂടി എല്ലാവരും തുള്ളി ബഹളമൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ചെണ്ടമേളം അതൊന്നും പറയാതിരിക്കാൻ പോയി, അത്ര അടിപൊളിയായിരുന്നു. നാട്ടിൽ എങ്ങനെയാണോ ഒരു ഓണാഘോഷം സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് പിന്നെ നമ്മുടെ വേൾഡ് റെക്കോർഡിൻ്റെ അനൗൺസ്മെൻറ്റായി. നമുക്ക് അങ്ങനെ വേൾഡ് റെക്കോർഡ് കിട്ടി. ഫോഗിന് അങ്ങനെ വേൾഡ് റെക്കോർഡ് കിട്ടി. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അതൊരു നല്ലൊരു പ്രൗഡ് മൊമെൻ്റാണ്, ഞങ്ങളുടെ ലൈഫിലൊരു പ്രൗഡ് മൊമെൻറ്റ്. പിന്നെ കുറച്ച് അമ്മമാരെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മാതൃവന്ദനം നൽകി. പിന്നെ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനമായിരുന്നു. ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ FM-ലെ നിമ്മിയും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ആദരവ് കൊടുത്തു. പിന്നെ അക്കാഫിൻ്റെ ഒരു മാഗസിൻ പ്രകാശനവും അതിനകത്തുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളായി. ഫസ്റ്റ് വന്നത് സ്റ്റീഫൻ ദേവസിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വരവോടുകൂടി പ്രോഗ്രാം അങ്ങ് പറയേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ലൈവായിട്ട് നമ്മളൊരു ഇത്രയും വലിയൊരാളിൻ്റെ ഒരു പെർഫോമൻസ് കാണുന്നത്. ലൈവായിട്ടൊരു ഇൻസ്ട്രുമെൻറ്റ് വായിക്കുക എന്ന് പറയുമ്പോൾ അത്രയും ടാലൻ്റ് ഉള്ള ഒരാളിനെ പറ്റൂ. എന്താ പറയുന്നത് വെച്ചാൽ സ്റ്റീഫൻ ദേവസിയുടെ ഒക്കെ പെർഫോമൻസിനെ പറ്റി പറയാൻ ഞാൻ ആളല്ല. എന്നാലും അത്ര മനോഹരമായിരുന്നു, അത്ര മനോഹരം. അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചത് വളരെ നല്ലൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പോഴത്തേക്ക് പിന്നെ പ്രോഗ്രാമിൻ്റെയൊക്കെ എല്ലാം നല്ല രീതിക്കൊക്കെ ഇൻസ്ട്രുമെൻസും കാര്യങ്ങളൊക്കെ വായിച്ച് എല്ലാവരും നല്ല പ്രോഗ്രാമെന്ന് പറയാം. അതിനകത്തൊരു നെഗറ്റീവായിട്ട് പറയാൻ നമുക്കൊന്നുമില്ല. ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻസ്ട്രുമെൻ്റ് കണ്ടപ്പോഴേ എൻ്റെ മോനിവിടെ ബഹളവും തുടങ്ങി. അവനത് വേണം പോലും. പിന്നെ ഡാൻസ് തുടങ്ങി. ദീപ്തി സതിയായിരുന്നു അവരുടെ ഡാൻസ് നല്ലത്. പിന്നെ ചിന്മയെ കാണാൻ ഒരുപാട് കൊതിച്ചിരുന്നതാണ്. ചിന്മയുടെ അടിപൊളി പാട്ട് എന്തു പറയാൻ വയ്യ. പിന്നെ ഹരിശങ്കർ, ഇപ്പോഴത്തെ യൂത്തിനിടയ്ക്ക് തിളങ്ങി നിൽക്കുന്നൊരു താരമാണ് ഹരിശങ്കർ. അദ്ദേഹത്തിൻ്റെ പാട്ടുണ്ടായിരുന്നു. കുറേ സിംഗേഴ്സ്. പിന്നെ പാരീസ് ലക്ഷ്മി അവരുടെ ഡാൻസ് ഉണ്ടായിരുന്നു. ലോക സിനിമയിലെ പാട്ട് പാടിയതിൻ്റെ ടോപ്പ് സിംഗറിലെ ഗ്രൂമർ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു പ്രോഗ്രാം.